ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശങ്കരി ചോയ്സിലേക്ക് സ്വാഗതം. ശങ്കരി, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലഡു ആണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ലഡു ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ശങ്കരിക്ക് വേണ്ടിയിട്ട്. ശങ്കരിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ലഡു അല്ലേ? ലഡു ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: കടലമാവ്, പഞ്ചസാര, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, കൽക്കണ്ടം, മഞ്ഞൾപ്പൊടി, പാല്, സൺഫ്ലവർ ഓയില്, വെള്ളം, ബേക്കിംഗ് സോഡ, ഏലക്ക പൊടിച്ചത്. നമ്മൾ കടലമാവ് എടുത്തേക്കുന്നത് 1 കപ്പാണ്. 1 കപ്പോ അതിൽ കൂടുതലോ പഞ്ചസാരയും അതേ അളവിൽ തന്നെ നമ്മൾ എടുക്കുക. ഇനി നമ്മൾ ഒരു ബൗൾ എടുക്കുക. അതിനകത്തേക്ക് കടലമാവ് ചേർക്കുക. കടലമാവ് ചേർത്തതിന് ശേഷം നമ്മൾ എടുത്ത പാൽ ഒഴിക്കുക. സാധാരണ എല്ലാവരും വെള്ളമാണ് ഒഴിക്കുന്നത്. അതിന് പകരം നമ്മൾ പാല് ചേർക്കുക. പാല് ചേർത്ത് കുഴച്ചെടുക്കുക. കുഴയ്ക്കേണ്ട അളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഡ്ഡലിക്കോ അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കുന്നതോ ആയിട്ടുള്ള പാകമാണ്. ആ പാകത്തിലെടുക്കുക. നമുക്ക് ലഡുവിന് കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി നമ്മൾ എടുത്തേക്കുന്നത്. ഫുഡ് കളർ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാനാവുമ്പോൾ മഞ്ഞൾപ്പൊടി തന്നെയാണ് നല്ലത്. 1 നുള്ളോ 2 നുള്ളോ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പാലെടുത്ത് നമുക്ക് തികഞ്ഞിട്ടില്ല. അപ്പോൾ ഇച്ചിരിയും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ആ ഇഡ്ഡലിയുടെയോ ദോശയുടെയോ പരുവത്തിന് നമുക്ക് കലക്കിയെടുക്കാം. കലക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്ക ഞാൻ പൊടിച്ചെടുത്തത് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇച്ചിരി പഞ്ചസാരയും കൂടെ കൂട്ടി മിക്സിയിലിട്ട് അടിച്ചാണ് പൊടിച്ചെടുത്തത്. അപ്പോൾ എളുപ്പമുണ്ട് ഏലക്ക പൊടിക്കാൻ. അപ്പോൾ ഏലക്ക ഇതിൻ്റെ അകത്തേക്ക് നല്ലപോലെ ചേർക്കാം. നല്ലപോലെ ചേർത്തതിന് ശേഷം ഫുഡ് കളറുകളൊന്നും ചേർക്കാത്തതിൻ്റെ കാരണം ഈ പിള്ളേർക്കൊക്കെ കൊടുക്കാൻ ഫുഡ് കളർ ഉപയോഗിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. ഇതിൻ്റെ കൂടെ 1 നുള്ളി ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുന്നു. എന്നിട്ട് നല്ലപോലെ യോജിപ്പിക്കുക. ഇനി നമുക്ക് ബൂന്തി ഉണ്ടാക്കാം. നമ്മളപ്പോൾ അടുപ്പത്ത് ചീനിച്ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു. ഇനിയിപ്പോൾ നമുക്ക് ബൂന്തി ഉണ്ടാക്കാം. അതിനൊരു കണ്ണാപ്പയാണ് എടുത്തേക്കുന്നത്. കണ്ണാപ്പയിൽ ഇച്ചിരി മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് കറക്കി കൊടുക്കുക. അന്നേരം ബോള് പോലെ ഇങ്ങനെ ആയി വരുന്നു. നമ്മളിത് ഉടനെ കോരാൻ നിൽക്കരുത്. ഏകദേശം ഇങ്ങനെ ഒരു കിരികിരുന്ന് സൗണ്ട് ആകുന്ന ശേഷമേ എടുക്കാവുള്ളൂ. ഒരുപാട് മൂത്തും പോകാൻ പാടില്ല. ഏകദേശം നമുക്ക് കോരി ആയിട്ടുണ്ട്. നമ്മുടെ ബൂന്തി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പകുതിയോ മുക്കാലോ എടുത്ത് നമുക്കൊരു മിക്സിയുടെ ജാറിനകത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അടിക്കണം. ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അതിന് വേണ്ടി ഞാൻ മിക്സിയുടെ ജാറിനകത്തേക്ക് 1/4 ഭാഗം എടുത്തേക്കുകയാണ്. അപ്പോൾ നമ്മൾ മിക്സിക്കകത്തൊന്ന് ചെറുതായിട്ട് പൊടിച്ചെടുത്തേക്കുകയാണ്. ഇത് ഈ പാകത്തിനാണ് മതി. ഈ പാകമാണ് പാകം. ആ രീതിയിൽ മിക്സിക്കകത്ത് ബാക്കിയുള്ള ബൂന്തിയോടൊപ്പം നമ്മളിത് ചേർക്കുന്നു. നമുക്ക് കളറ് കുറഞ്ഞു പോയത് നമ്മൾ മഞ്ഞപ്പൊടിയാണ് ചേർത്തത്. ചേർത്തത് കൊണ്ടാണ് ഇച്ചിരി കളറ് കുറഞ്ഞു പോയത്. അതിൻ്റെ കൂടെ ഇച്ചിരി കൽക്കണ്ടം ചേർക്കുക. കൽക്കണ്ടം ചെറുതായിട്ട് പൊടിയായിട്ടുള്ള കൽക്കണ്ടം മേടിക്കാൻ കിട്ടും. ആ കൽക്കണ്ടം ഈ ബൂന്തിയോടൊപ്പം ചേർത്ത് കൊടുക്കുക. ഈ കൽക്കണ്ടവും കൂടെ ഉള്ളപ്പോഴത്തേക്കും നല്ലൊരു ഈ ലഡുവിൽ കടിച്ചു കഴിയുമ്പോഴത്തേനും കൽക്കണ്ടവും കൂടെ കടിക്കുമ്പോൾ വേറൊരു ഫീലായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കൽക്കണ്ടം ചേർത്തത്. ഇനി പഞ്ചസാര നമുക്ക് ഇതായിട്ടെടുക്കണം. പഞ്ചസാര കാച്ചിയെടുക്കണം. അതിനകത്ത് പഞ്ചസാര മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. പഞ്ചസാര പാനിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ
ഇങ്ങനെ എടുക്കുന്നത്. പഞ്ചസാര ഒരു നൂല് വലിയുക എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്, പാനിയാക്കി എടുക്കേണ്ടത്. അപ്പം ഓവറായിട്ട് കുറുകി പോകണ്ട. നമുക്ക് ഒരു നൂല് വലിയാൻ പാകത്തിന് നമ്മൾ കയ്യിലെടുത്ത് തൊട്ട് നോക്കി ഇങ്ങനെ കാണിക്കുമ്പോഴത്തേനും ഇങ്ങനെ നൂല് വലിയുക എന്ന് പറയില്ലേ, അത് പറഞ്ഞ പോലെ ഇരുന്നാൽ മതി. ഇത് കണ്ടോ, നമ്മുടെ ശങ്കരി ലഡുവിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കുറേ നേരമായി കൊച്ചിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മുടെ പഞ്ചസാര പാനി ഏകദേശം ആയിട്ടുണ്ട്. ഏകദേശം എന്നല്ല, ആയി. അപ്പോൾ നമുക്ക് വാങ്ങാം. അതിനുശേഷം നമ്മുടെ ബൂന്തി കൽക്കണ്ടുമായിട്ട് മിക്സ് ചെയ്തത് പഞ്ചസാര പാനിയിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. ചേർത്തതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്യാം. ശർക്കര പാനിയോട് കൂടി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ നെയ്യിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ നമുക്ക് റെഡിയാക്കി ചേർക്കാനുണ്ട്. അപ്പോൾ നമുക്കിത് റെസ്റ്റിന് വയ്ക്കാം ഇച്ചിരി നേരം. നല്ല ചൂടും ഉണ്ടല്ലോ. അപ്പം 2 സ്പൂൺ നെയ്യ് ഒഴിക്കുക. രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം നെയ്യ് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ഗോൾഡൻ കളർ വരുന്നോടം വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം, അണ്ടിപ്പരിപ്പ് ഒന്ന് നുറുക്കിയായിരുന്നു ചേർക്കേണ്ടിയിരുന്നത്, നമുക്കൊന്ന് പതുക്കെ ഒന്ന് കുത്തി ഉടച്ച് കൊടുക്കാം. ഉടച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കിസ്മിസ് ചേർക്കാം അതിൻ്റെ കൂടെ. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ഇത് എളുപ്പമുണ്ട്. ഇനിയിപ്പോൾ കിസ്മിസ് ചേർക്കാം അതിൻ്റെ കൂടെ. കിസ്മിസിന് പിന്നെ അധികം സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ കിസ്മിസ് ആവും. നമുക്കിനി അതേപടി എടുത്ത് ബൂന്തിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ബൂന്തിയും പഞ്ചസാര ലായനിയും കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ചേർത്ത് വെച്ചത് ചൂടാറി വന്നിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഉരുട്ടിയെടുക്കാം. അപ്പം ശങ്കരി നമ്മുടെ കൂടെ തന്നെ നിൽപ്പുണ്ട്, ഇങ്ങനെ ഇരിക്കുകയാണ് അക്ഷമയായിട്ട്. നമുക്ക് അന്നേരം ഉരുട്ടിയെടുക്കാം. നമുക്ക് ബേക്കറിയിൽ കിട്ടുന്ന അത്രയും ക്ലിയറായിട്ട് ഉരുട്ടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എന്നാലും അതിൻ്റെ അടുപ്പിച്ച് വെച്ച് നമുക്ക് ഉരുട്ടിയെടുക്കാം. അങ്ങനെ ഉരുട്ടിയെടുക്കുക. പാടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാവുന്നേ ഉള്ളൂ. നല്ലപോലെ ഉരുണ്ടും വന്നുണ്ട്, കണ്ടോ, നല്ല ഉരുണ്ട് വരുന്നുണ്ട്, യാതൊരു കുഴപ്പമില്ല. ശങ്കരി അപ്പം ഇങ്ങനെ നോക്കി ഇരിക്കുകയാണ്, ഇങ്ങനെ ഞാൻ ഉരുട്ടണത് എങ്ങനെയാണെന്ന് നോക്കിയിരിക്കുകയാണ്, കണ്ടോ. ശങ്കരിക്ക് ഇഷ്ടപ്പെട്ട ലഡു തയ്യാറായിരിക്കുകയാണ്. ശങ്കരിക്കുട്ടി, ലഡു വേണ്ടേ? എടുത്ത് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അങ്ങനെയല്ല, കഴിച്ചു നോക്കിയിട്ടുള്ള പറയാം. ഒരു ഉമ്മ തരുമോ? ഇഷ്ടപ്പെട്ടോ? സത്യം? ഇനി ഉണ്ടാക്കി തന്നോ? ഇത് തീർന്നിട്ട് ഉറപ്പായിട്ടും. അപ്പോൾ ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ അധികം എടുക്കുന്നില്ല, നല്ലപോലെ വരുന്നുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിനായി ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് കാണാം അടുത്ത പുതിയ വീഡിയോസുമായിട്ട്.